എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം. SLC +1 +2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കും. പേപ്പർ വാല്യുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SLCയുടെ ആയാലും +1ൻ്റെ ആയാലും +2ൻ്റെ ആയാലും ഏപ്രിൽ മാസം 3-ാം തീയതി നാളെ മുതൽ ആരംഭിക്കും. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്, വാല്യുവേഷൻ ലിബറൽ ആണോ അതോ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ? റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട് കഴിഞ്ഞു. ഇന്ന് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC +1 +2 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് SLCയുടെയും +1ൻ്റെയും +2ൻ്റെയും വാല്യുവേഷൻ ക്യാമ്പ് നാളെ മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കാൻ പോവുകയാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പല സംശയങ്ങളാണ്, പേപ്പർ വാല്യുവേഷൻ ലിബറൽ ആയിരിക്കുമോ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത്. നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ള കാര്യം, പേപ്പർ വാല്യുവേഷൻ ലിബറലാണ്. സ്ട്രിക്റ്റ് വാല്യുവേഷൻ SLC +1 +2 ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയാണ്, സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണോ? നമുക്ക് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ആണോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് നോ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. സ്ട്രിക്റ്റ് വാല്യുവേഷൻ അല്ല, ലിബറൽ വാല്യുവേഷനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുന്നത്. സ്ട്രിക്റ്റ് വാല്യുവേഷൻ അല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യുമോ, ലിബറൽ ആക്കുമോ? അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിബറൽ വാല്യുവേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഓവറായിട്ട് മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടത് 80 മാർക്കിൻ്റെ എക്സാമിൽ 24ഉം അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കുമാണ് ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ ആവശ്യമായ മാർക്ക്. ഇതിൽ ജയിക്കാൻ ഇപ്പോൾ നമ്മൾ 80 മാർക്കിൻ്റെ എക്സാം എടുക്കുമ്പോൾ 24 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം. അങ്ങനെ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ ഇപ്പം നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് ജയിക്കാൻ വേണ്ടി വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് 22 അതോ 23 ഒക്കെ ചിലപ്പോൾ കിട്ടുകയുള്ളൂ. സ്ട്രിക്റ്റ് വാല്യുവേഷനാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ 22 23 ആണെങ്കിൽ നിങ്ങൾക്കത് 24 ആക്കി തരില്ല. അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. 1 മാർക്കിനോ 2 മാർക്കിനോ നിങ്ങൾ തോൽപ്പിക്കും. പക്ഷേ ലിബറൽ വാല്യുവേഷൻ്റെ ഗുണം ആയതുകൊണ്ട് തന്നെ എന്താണ്, എവിടെയെങ്കിലും 1/2 മാർക്കോ 1 മാർക്കോ നിങ്ങളെ ജയിപ്പിക്കാൻ അവിടെ സ്ഥലമുണ്ടെങ്കിൽ ഇട്ട് തന്നിട്ടേ പോകുകയുള്ളൂ. അതായത് 1 മാർക്കോ, ഞാൻ ആദ്യമേ പറഞ്ഞു ഓവർ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എന്നാൽ 22 23 കിട്ടി 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെയാണ് നിങ്ങൾക്ക് ജയം കൈവിട്ട് പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ 1/2 മാർക്കോ 1 മാർക്കോ ഇട്ട് തന്ന് നിങ്ങളെ ജയിപ്പിക്കുന്നതായിരിക്കും. അത് ഇടാൻ വ്യക്തമായ ഇതുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തു, 1 പോയിന്റ് എഴുതി വെച്ചു. നിങ്ങൾക്ക് അത്രേ അറിയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ മിനിമം ഒരു 1/2 മാർക്ക് ഇടാതെ അവിടുന്ന് പോകാൻ സാധിക്കില്ല. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ 1/2 മാർക്കോ 1 മാർക്കോ കിട്ടുമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ലിബറൽ വാല്യുവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ 24 ജയിക്കാൻ വേണം, എന്നാൽ നിങ്ങൾക്ക് 23 കിട്ടി 1 മാർക്കിൻ്റെ പേരിൽ നിങ്ങൾ തോൽക്കും. സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. 24 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണമെങ്കിൽ 23 മാർക്ക് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ 1 മാർക്കിൻ്റെ പേരിൽ നിങ്ങൾ തോൽക്കും. അതാണ് ലിബറൽ വാല്യുവേഷൻ എന്നത്. സ്ട്രിക്റ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ലിബറൽ വാല്യുവേഷനിലും എന്ത് സംഭവിക്കാറുണ്ട്, 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ തോക്കാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പേപ്പറിൽ ഞാൻ എപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വീഡിയോ പറയുമ്പോൾ ഒരു കാര്യമാണ്, വെള്ള പേപ്പറിൽ ഒരധ്യാപകന് മാർക്കിടാൻ പറ്റുകയില്ല. ഒരിക്കലും വെള്ള പേപ്പറിൽ ഒരു അധ്യാപകന് മാർക്കിട്ട് തരാൻ പറ്റില്ല. നിങ്ങൾ ആ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങളൊരു കണ്ടൻറ്റ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പേപ്പർ നോക്കുന്നൊരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ആ പേപ്പറിൽ മാർക്കിടാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ലിബറൽ വാല്യുവേഷനിലും നടക്കുമ്പോൾ SLC +1 +2 ലിബറൽ വാല്യുവേഷനാണ്. എന്നിട്ടും വിദ്യാർത്ഥികൾ ചില ഘട്ടങ്ങളിൽ തോൽക്കുന്ന സാഹചര്യം വരുന്നത് കാരണം
എവിടെയെങ്കിലും മാർക്കിടാൻ സ്ഥലമുണ്ടെങ്കിൽ അത് ഇടും. ഒരു രീതിയിലും ഇപ്പോൾ 23 എത്തി വന്ന് നിന്നു, ചില വിദ്യാർത്ഥികൾക്ക് അരമാർക്കോ 1 മാർക്കോ ഇടാൻ എവിടെയും ഒരു സ്ഥലമില്ല. ആ പേപ്പറിൽ ഇനി ഒരു അരമാർക്ക് അല്ലെങ്കിൽ 1/4 മാർക്ക് പോലും എവിടെയും ഇടാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ എന്ത് ചെയ്യുക, ആ പേപ്പറിൽ ഫെയിലായി പോവുക, ആ എക്സാമിൽ വിദ്യാർത്ഥി ക്വാളിഫൈഡ് ആകാതെ വരിക. അല്ലാത്ത കേസുകളെല്ലാം ഇപ്പോൾ എവിടെയെങ്കിലും 23 ഒരു വന്നു അല്ലെങ്കിൽ 22 വന്നു, എവിടെയെങ്കിലും അരമാർക്കോ 1 മാർക്കോ കിട്ടുമെന്ന് മിക്ക കേസുകളും അങ്ങനെ ജയിച്ചു പോവാറുണ്ട്. ഒരു രീതിയിലും മാർക്കിടാൻ പറ്റിയല്ല എന്ന് കണ്ടാൽ മാത്രമേ തോൽപ്പിക്കുകയുള്ളൂ. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ്, അത് നമ്മൾ SLC പരീക്ഷയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മെയ് മാസം 8-ാം തീയതിയാണ് SLC പരീക്ഷാഫലം പുറത്തുവിട്ടത്. മെയ് മാസം 8-ാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ത് ചെയ്തിരുന്നു, SLC പരീക്ഷാഫലം കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. ഈ വർഷം മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ SLC പരീക്ഷാഫലം പുറത്തുവിടുമെന്ന് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി അറിയിച്ചത്. മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ മെയ് ഒരു 7-ാം തീയതിക്കുള്ളിൽ തന്നെ, ആദ്യ ആഴ്ചയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. +1 പരീക്ഷാഫലത്തിൻ്റെ കാര്യം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് +2ലേക്ക് പോകാം. കാരണം SLC പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസിദ്ധീകരിക്കുന്നത് +2-ൻ്റെയാണ്. അതിനുശേഷം മാത്രമാണ് +1ൻ്റെ ഫലം സാധാരണ എല്ലാ വർഷങ്ങളിലും പുറത്തുവിട്ടിട്ടുള്ളത്. SLC +2 പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ് +1 റിസൾട്ട് പുറത്തുവിടുക. കാരണം SLC പരീക്ഷ കഴിയുന്ന വിദ്യാർത്ഥിക്ക് +1ലേക്ക് പോകണം, +2 കഴിയുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി പോലുള്ള മറ്റ് കോഴ്സുകളിലേക്ക് പോകണം. എന്നാൽ +1 കഴിയുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യില്ല, വിദ്യാർത്ഥിയുടെ റിസൾട്ട് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എന്നാലും പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ട്, ആ വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ വിദ്യാർത്ഥി എന്ത് ചെയ്യാണ്, സ്കൂളിൽ +2 പഠനം കണ്ടിന്യൂ ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ SLC റിസൾട്ട് കഴിഞ്ഞ് +1 അഡ്മിഷന് പോകണമെങ്കിൽ എന്ത് വേണം, ഒരു SLC കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, SLC റിസൾട്ട് അനിവാര്യമാണ്. അതുപോലെ തന്നെ +2 കഴിയുന്ന വിദ്യാർത്ഥിക്ക് ഡിഗ്രി അഡ്മിഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകളിൽ അഡ്മിഷൻ വേണമെങ്കിൽ +2 റിസൾട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ടാണ് SLC +2 ആണ് മെയ് മാസത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. SLC റിസൾട്ട് കഴിഞ്ഞ വർഷം മെയ് മാസം 8-ാം തീയതിയും +2 റിസൾട്ടിൻ്റെ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസം 9-ാം തീയതിയുമാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം മെയ് മാസം 9-ാം തീയതിയാണ് +2 റിസൾട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടത്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SLC പരീക്ഷാഫലം മെയ് മാസം ആദ്യ ആഴ്ചയിലും +2 പരീക്ഷാഫലം മെയ് മാസം 2nd വീക്കിലും പുറത്തുവിടുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതെങ്കിൽ പോലും കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിരുന്നു, SLC പരീക്ഷാഫലം മെയ് മാസം ആദ്യ ആഴ്ചയിലും +2 പരീക്ഷാഫലം 2-ാം ആഴ്ചയിലുമാണ് പുറത്തുവിടുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. എന്നാൽ മെയ് മാസം 8-ാം തീയതി SLC പരീക്ഷാഫലം പുറത്തുവിട്ടു, മെയ് മാസം 9-ാം തീയതി പരീക്ഷാഫലം പുറത്തുവിട്ടു. അതായത് ഇന്ന് SLC ഫലം പുറത്തുവിട്ടു, നാളെ +2ൻ്റെ ഫലം പുറത്തുവിട്ടു. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം 2-ാം ആഴ്ചയിൽ പുറത്തുവിടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഒരു മെയ് 15-നുള്ളിൽ, എക്സ്പാക്ട് ഡേറ്റ് ആണ് മെയ് 15-നുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, SLC പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിലും +2 പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പുറത്തുവിടുമെന്ന്. അങ്ങനെയെങ്കിൽ +2 പരീക്ഷാഫലം ഒരു മെയ് 15-നുള്ളിൽ, 2-ാം ആഴ്ച എന്ന് പറയുമ്പോൾ 14-നുള്ളിൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. ഇനി +1 പരീക്ഷാഫലം കഴിഞ്ഞ വർഷം മാത്രമാണ് മെയ് മാസം 28-ാം തീയതി പുറത്തുവിട്ടത്. കഴിഞ്ഞ വർഷം മാത്രമാണ് +1 പരീക്ഷാഫലം മെയ് മാസം 28-ന് പുറത്തുവിട്ടത്. ബാക്കി എല്ലാ വർഷങ്ങളിലും ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് +1 പരീക്ഷാഫലം പുറത്തുവിടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് 28-ാം തീയതി പുറത്തുവിട്ടത് കൊണ്ട് തന്നെ ചിലപ്പോൾ മെയ് മാസം അവസാനത്തോടു കൂടിയൊക്കെ തന്നെ +1 റിസൾട്ട് വരും. +1 റിസൾട്ട് മാത്രമല്ല, അതുപോലെ തന്നെ +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ വേഗം പുറത്തുവരാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ആദ്യം പുറത്തു വരുന്നത് SLC പരീക്ഷാഫലമായിരിക്കും. ഏറ്റവും ആദ്യം പുറത്തു വരുന്ന SLC പരീക്ഷാഫലം, രണ്ടാമത് +2 പരീക്ഷാഫലം, ശേഷമാണ് +1 പരീക്ഷാഫലം പുറത്തുവിടുക. ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, പിന്നീട്
ആദ്യം SLC പരീക്ഷാഫലം പുറത്തുവിടും, പിന്നെ +2 പരീക്ഷാഫലം പുറത്തുവിടും, ശേഷം +1 പരീക്ഷാഫലം പുറത്തുവിടും. എന്തായാലും SLCയും +2വും റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ SLC പരീക്ഷാഫലവും +2 പരീക്ഷാഫലവും റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ +1 പരീക്ഷാഫലം പുറത്തുവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നവർക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. SLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും +1 +2 ജീവിതത്തിലെ ഓരോ പരീക്ഷകളും മറ്റ് വിദ്യാഭ്യാസപരമായ അപ്ഡേറ്റുകളും ടൈം ടേബിൾ റിസൾട്ട് പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള മറ്റ് കോഴ്സുകളിലേക്കൊക്കെ പോകാനിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾ, പരീക്ഷകൾ, റിസൾട്ടുകൾ, ടൈം ടേബിളുകൾ, മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരുമയെ കാണുന്നവരെ മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.